നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് ഇത് വളരെ പേഴ്സണൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ജനറൽ റീഡിംഗിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് റീഡിംഗ് എടുക്കുന്നത്. അവരുടെ ചോദ്യം അവരുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഒരാള്, ആ ആളുമായിട്ട് വ്യക്തിക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നാണ് ഇവർക്ക് അറിയേണ്ടത്. അപ്പോ ഇത് പേഴ്സണൽ റീഡിംഗ് ആണ്, പണിയാവൂന്ന് ഞാൻ പറഞ്ഞിട്ടും അവര് വേണ്ട ജനറൽ മതി എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. അപ്പം എത്രത്തോളം പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. ഈ റീഡിങ് എന്താ പറയാ, വേണം എന്ന് പറഞ്ഞ ആൾക്ക് പോലും റെസനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ നോക്കുകയാണ്, റീഡിംഗ് ഇടാൻ പോവാണ്. ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾക്ക് വളരെയധികം റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരു ഡിസിഷനും എടുക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിന് വേണമെങ്കിൽ എടുത്തു തരാം ഞാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും. പക്ഷെ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും ഒരു ഡിസിഷനും എടുക്കരുത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ. ഇവിടെ ഒരു നോ പറയേണ്ട ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് ഞാനിപ്പോ കണ്ടു, അതാണോ എന്ന് അറിയില്ല. അത് വരുമെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമ. എന്തോരം കാർഡ് വന്നിരിക്കുന്നത്. എനിക്ക് കാർഡെല്ലാം ഒന്ന് നോക്കാം എന്താണ്. നിങ്ങൾ കാണേണ്ട കാർഡുകൾ ആയതുകൊണ്ടായിരിക്കാം എല്ലാം. ഇത് വേണ്ട. ഓക്കെ. ഓം നമ ശിവായ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ താമസം വരുന്നുണ്ടെങ്കിൽ, കാര്യസാധ്യത്തിന് താമസം വരുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള സമയമായിട്ടില്ല എന്നൊരു മെസ്സേജ് ഉണ്ട് ഇവിടെ. പിന്നെയുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും വന്നെത്താറായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണണം. നിങ്ങളോട് തെറ്റിയുന്നവരോട് നിങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു മനഃശക്തി, പ്രതിരോധിക്കാനുള്ള ഒരു മനഃശക്തി നിങ്ങൾ വളർത്തിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് ആളുകളോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോ അനുഭവിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മയുടെ ഫലമാണ്, കർമ്മത്തിന്റെ ഫലമാണ്. ഇത് മുജ്ജന്മ കർമ്മമല്ല, ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമാണെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത്, നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള ആ ഒരു മനസ്സും കൂടെ വളർത്തിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു വഴിത്തിരിവിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം, ഏത് വഴി ചൂസ് ചെയ്യണം, ഏത് വഴിയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ അവസരത്തിൽ നിങ്ങൾ ദൈവത്തിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി എന്നുള്ള കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള ഓറക്കൽ മെസ്സേജ്. ഇനി ഞാൻ പോകാൻ പോകുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലെ ഈ പ്രത്യേക ആള്, ഈ ആളുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് വേറെ തരത്തിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ, അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. സത്യമായ ശരിയായ കാർഡ് തരണേ. മേബി എന്നാണ് പറയുന്നത്. ഒരെണ്ണം യെസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ റീഡിങ് ആവശ്യപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഹാങ്ഡ് മാൻ റിവേഴ്സ്, ഇത് പൈസസ് സോഡിയാക് സൈൻ ആണ്. പിന്നെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നത്, ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇത് അപ്രൈറ്റ് ആണ്. ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള അയാളുമായി ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണ്. ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിനെ കാണിക്കുമ്പോൾ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അത് പണത്തിന്റെ ഉദ്ദേശമാണെന്നാണ് കാണിക്കുന്നത്. അപ്പോ ഈ വ്യക്തി പണത്തിന്റെ ഉദ്ദേശം ഇപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആളോട് ഉണ്ടാവണം എന്നില്ല. ഈ വ്യക്തി ഒരു വഴിക്ക്, ഞാനൊരു ഉദ്ദേശം വെച്ച് യാത്ര ചെയ്യുന്നു. അപ്പൊ ഞാൻ പോകുന്ന വഴിയില്
എന്നതാണ് ഈ നിങ്ങൾ പറയുന്ന ഈ തേർഡ് പാർട്ടി എന്ന് ഞാൻ വിളിക്കാൻ പോകുന്നത്, ഈ തേർഡ് പാർട്ടി. അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബന്ധമുണ്ട്, പക്ഷെ അത് എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഇതിപ്പോ ചിലപ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാൻ വഴിയില്ല, ചിലപ്പോ ഇത് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആയിരിക്കും. നിങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ വിവാഹത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. എന്തായാലും ഈ വ്യക്തി ഈ തേർഡ് പാർട്ടിയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ വ്യക്തി ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവര് ചില സമയത്ത് നമ്മളാണ് ഇവരെ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ വ്യക്തി നമ്മളോട് പറയാണ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ ഓക്കെ ഫൈൻ, പിന്നെ അതിന്റെ പുറകെ പോവരുത്. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, കാരണം അത് ഇവര് നിങ്ങൾ അറിയരുത്, ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അറിയരുതെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. വേറൊരു കാര്യം, ഇവിടെ ബന്ധം ഇല്ലാത്തതായിരിക്കാം, ഇവർ സത്യം പറയുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇതിവിടെ ഷുവർ അല്ല ഇവരെന്താണ് ഈ പറയുന്നതെന്ന്. അപ്പോ ഇവിടെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഈ തേർഡ് പാർട്ടിയുടെ പുറകെ പോകണമെന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ വഴിയിൽ ഒരാളെ പരിചയപ്പെട്ടപ്പോ അയാളുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ചതായിരിക്കണം. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങൾ തീരുമാനിക്കരുത്. ചിലപ്പോ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഈ തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ വ്യക്തി പോകും. അതിന് കാരണം നിങ്ങൾ ആവരുത്. മനസ്സിലായി? ചില സമയത്ത് ഇവര് ഓക്കെ ഒരാളെ പരിചയപ്പെട്ടു, അയാളോട് സംസാരിക്കാൻ കൊള്ളാം. ചിലർക്ക് ഒരേ സമയം 2 or 3 പേരെ ആയിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഇത്. ഈ വ്യക്തി പക്ഷേ തേർഡ് പാർട്ടിയെ എന്ത് ചെയ്യണം, തേർഡ് പാർട്ടി ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടി വേണമോ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമോ, ഇവരെ സ്നേഹിക്കണമോ, വിവാഹം ഇതൊന്നും നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ ഫോഴ്സ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു വഴിയിലേക്ക് കൊണ്ടുവരരുതെന്നാണ് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ ഈ 2 കാർഡുകൾ വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭവാനി, ഇത് ഞാനൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാത്ത എന്താന്ന് വെച്ചാൽ, തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഞാൻ അതുകൊണ്ടാണ് ഇത് എലാബറേറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ 6 of കപ്സും അതുപോലെ ക്വീൻ ഓഫ് കപ്സുമാണ് വന്നിരിക്കുന്നത്. ഈ തേർഡ് പാർട്ടി കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഒരു സ്ത്രൈണതയുള്ള ഒരു പുരുഷനായിരിക്കാം. എന്തായാലും ഇവര് വളരെയധികം മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി, ഞാൻ പറഞ്ഞു ഈ കാർഡ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ ചിലപ്പോ ഈ വ്യക്തി ഇപ്പൊ പരിചയപ്പെട്ട ഇതല്ല, ഇതിന് മുമ്പേ പരിചയപ്പെടുന്നതാണ്. ചിലപ്പോ ഒരു ചേച്ചി, ഈ വ്യക്തി വളർന്നു വരുമ്പോ, സ്ത്രീയോ പുരുഷനോ വളർന്നു വരുമ്പോ ഇവരെ നന്നായിട്ട് സഹായിച്ചിട്ടുള്ള, സ്നേഹിച്ചിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനുമാണ്. ഇവര് വിവാഹിതരാണ്. ഈ തേർഡ് പാർട്ടി വിവാഹം കഴിച്ച് കുട്ടികളുള്ള ഒരു എനർജിയാണ്. ഇത് പുരുഷനോ സ്ത്രീയോ ആവാം. പക്ഷേ വളർന്നു വരുമ്പോ ഇവരുടെ ആ ബന്ധത്തിൽ ചിലപ്പോ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളാവാം കാരണം. ഇപ്പോ ഇവര് തമ്മിൽ സംസാരമുണ്ട്, കാരണം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, നമ്മളൊപ്പം അടുത്ത് നമ്മളുടെ ഫ്രണ്ടിന്റെ ചേച്ചി അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ചേട്ടൻ, ഇവരോടൊക്കെ നമ്മൾ സൗഹൃദം ഉണ്ടാവും ചെറുപ്പത്തിൽ. അത് നമ്മളുടെ ആ സൗഹൃദം നമ്മൾ പ്രായമാവും തോറും ആ സൗഹൃദം വളർന്നു വലുതാവും. പിന്നീടാണ് നമ്മളുടെ മാനസികമായ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് അവരും കൂടെ അംഗീകരിച്ചാൽ പല വഴിക്ക് പോകുന്നത്. ഇത് ആ വഴിക്ക് എത്തിയിട്ടില്ല. അപ്പോ നിങ്ങളുടെ വ്യക്തി ഈ സ്ത്രീ, തേർഡ് പാർട്ടി ആണോ പെണ്ണോ, ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് പാസ്റ്റ് ഉണ്ട്. രണ്ടുപേരും നേരത്തെ നിങ്ങളെക്കാളും മുമ്പേ പരിചയമുള്ള 2 പേരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയോട് സംസാരിക്കാൻ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത. എന്ത് പറയും ഇവര് വിളിക്കുമ്പോ? എന്ത് പറയും? എന്റെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടമല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളുടെ വിലയും കൂടെ കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇവര് തമ്മിലൊരു അവിഹിത ബന്ധമുള്ളത് കൊണ്ടല്ല എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പോ ഇത് 9 of swords ആണ് കാണിക്കുന്നത്. 9 of swords എന്ന് പറഞ്ഞാൽ മാനസികമായ ഭയങ്കര പ്രശ്നം. അപ്പൊ ഈ വ്യക്തിക്ക് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മളുടെ മാതാപിതാക്കളോട് നമുക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ സമയത്തുള്ള മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട്സിനെ പോലെയല്ല, അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മളുടെ മാതാപിതാക്കളൊക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾക്ക് ഒരു പരിധിയില്ല. എല്ലാം പറയാൻ പറ്റില്ല, അടി കിട്ടും. അതല്ല ചിലപ്പോ അവര് ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ അവര് നമ്മളെ കാണുന്ന ആ ഒരു
ഇതും കൂടെ മാറും. അവരെങ്ങനെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവർ പിന്നെ നമ്മളെ കാണില്ല. നമ്മളെ ചിലപ്പോൾ സംശയദൃഷ്ടിയോടെ നോക്കാനൊക്കെ ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് കൂടുതൽ സഹതാപം കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന ആരോടെങ്കിലുമൊക്കെ നമ്മൾ പറയും കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ആരോടും പറയാത്തത്. പക്ഷെ ഈ തേർഡ് പാർട്ടിയോട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഇത് ഒരു ചീത്ത ബന്ധമല്ല, ഇവരോട് നിങ്ങളുടെ വ്യക്തി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും അറിയാം. ചിലപ്പോൾ അവരുടെ ഫാമിലി അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിയെ അറിയാമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബന്ധം അങ്ങനെ അങ്ങോട്ട് അറുത്തു മുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന പേരിൽ അങ്ങോട്ട് അറുത്തു മുറിച്ച് ഇവർക്ക് കളയാൻ പറ്റില്ല. കാരണം അത്രയും അടുപ്പമുള്ള ഒരു ബന്ധമാണ്. അത് വൃത്തികെട്ട ഒരു ബന്ധമല്ല, നല്ലൊരു ബന്ധമാണ് ഇപ്പോ. പിന്നെ ഇവിടെ ഹെർമിറ്റ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി വളരെ പ്രശ്നമുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു, മറ്റുള്ളവരൊന്നും ആക്സെപ്റ്റ് ചെയ്യാതിരുന്ന ഒരു സമയം. ഒരു പ്രായത്തിന്റെയാണ്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അറിയാം. നിങ്ങൾ വളർന്ന് നമ്മളെല്ലാം അനുഭവിച്ചാൽ, പക്ഷെ നമ്മൾ ഈ സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഓ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ണടച്ച് പറയും. പക്ഷേ ഓരോ പെൺകുട്ടിയും വളർന്നു വരുന്ന ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ട്. ചിലര് ഭയങ്കര കുസൃതികളായിരിക്കും. അവർ ആ പ്രായത്തിൽ അപക്വത കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചിലപ്പോ ചില സമയത്ത് ആൺകുട്ടികള് അവരുടെ അറിവില്ലായ്മ കൊണ്ട്, പ്രായം വളർച്ചയുടെ ആ സമയമാണ്, അപ്പൊ അവർക്ക് ചില കാര്യങ്ങള് തെറ്റെന്ന് നമ്മൾ സൊസൈറ്റി പറയുന്ന ചില കാര്യങ്ങൾ അവർ ചെയ്യാൻ വഴിയുണ്ട്. അപ്പൊ അവരെ കുറ്റപ്പെടുത്താതെ അത് മനസ്സിലാക്കി അവരുടെ വളർച്ചയുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്താനാണ് ശ്രമിക്കേണ്ടത്. ഈ ഒരു തേർഡ് പാർട്ടി അതാണ് ചെയ്തത്. അവരെ ഈ വ്യക്തിയെ തള്ളി പറഞ്ഞില്ല. ഇവരുടെ വീട്ടുകാരും എല്ലാവരും, നിങ്ങൾക്കറിയില്ലായിരിക്കും ഈ കാര്യം, പക്ഷെ ഇവരുടെ വീട്ടുകാർക്കെല്ലാം അറിയുന്ന ഒരു വളരെ പ്രശ്നമുള്ള ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങളുടെ വ്യക്തി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. അന്ന് ഈ തേർഡ് പാർട്ടിയാണ് ഇവരുടെ കൂടെ നിന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് നിങ്ങളല്ല, ആര് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് പറയുന്നത്, നിങ്ങൾ ഇവിടെ അന്ധമായിട്ട് മറ്റുള്ളവർ പറയുന്നത്, ഇവിടെ വെർഗോ, പൈസീസ്, സ്കോർപിയോ ആണ് വന്നിട്ടുള്ളത്. വെച്ചാല് ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ജ്ഞാനം, അറിവ്, അതാണ്. നിങ്ങളൊരു വഴിത്തിരിവിലാണെന്ന് നമ്മളിവിടെ കണ്ടു ഓറക്കൽ മെസ്സേജിൽ. അതുപോലെ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷന്റെ അവസ്ഥ, അത് മാറണം, ഇനി ഒരു അവസാനം. ഇപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ചീത്ത അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ്, ചിലപ്പോൾ പ്രായത്തിന്റെ അപക്വത കൊണ്ടും ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ. എല്ലാ സ്ത്രീ പുരുഷ ബന്ധങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ വഴിവിട്ട ബന്ധങ്ങൾ ആവണം എന്നില്ല. അപ്പൊ അതുപോലത്തെ ഒരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഉപേക്ഷിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ മാറണം, നിങ്ങളുടെ വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കണം. ആ വ്യക്തിയുടെ പാസ്റ്റ് എന്തായിരുന്നു. മിക്കവരും നമ്മളോട് സത്യം തുറന്നു പറയാത്തത്, നമ്മൾ അവരെ ഇപ്പൊ കാണുന്ന പോലെയല്ല പിന്നെ കാണുക. കാരണം ഇവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത്രയും സീരിയസ് ആയ കാര്യങ്ങളായിരിക്കാം. അപ്പൊ ആ വ്യക്തിയെ മനസ്സിലാക്കാനും ആ വ്യക്തിയുടെ ആ പ്രായത്തിൽ ചെയ്ത കൂട്ടിയ കാര്യങ്ങളാണ് അത് കഴിഞ്ഞു പോയി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ വളർത്തിയെടുത്താല് ഈ തേർഡ് പാർട്ടിയോട് ഈ വ്യക്തി കൂടുതൽ അടുത്തിരിക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ആ തേർഡ് പാർട്ടിയുടെ പോലെ പെരുമാറേണ്ടി വരും. എന്ന് വെച്ചാല് വളരെ ക്ഷമയോടെ ഈ വ്യക്തി പറയുന്നത് മുഴുവൻ കേൾക്കുക, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഈ നിങ്ങളുടെ വ്യക്തിയെ ജഡ്ജ് ചെയ്യാതിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊരു നല്ല റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. ആരെങ്കിലും പറയുന്നത് കേട്ട് വ്യക്തി ബന്ധങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ അതൊരു നല്ലൊരു എനർജിയാണ്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെയും ഉപേക്ഷിക്കില്ല. നാളെ ഒരിക്കൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നാളെ ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പോലും ഈ വ്യക്തി ക്ഷമിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവും ഈ വ്യക്തിക്ക്. കാരണം നിങ്ങൾ അങ്ങനെയാണല്ലോ ഈ വ്യക്തിയോട് പെരുമാറാൻ പോകുന്നത്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് ഇവിടെ കണ്ടത്. നിങ്ങളായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ സ്കോർപിയോ, വെർഗോ, പൈസീസ്, വെർഗോ സ്ട്രോങ് ആണ് ഇവിടെ, പൈസീസും സ്ട്രോങ് ആണ്, അത് കൊള്ളാം. പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇമോഷൻസ് ആണ് ഇവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. അക്വേറിയസ്, ലീബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോ ഇവിടെ ഇമോഷൻസിന്റെ ഒരു കളിയാണ്. നിങ്ങൾ ഈ വ്യക്തി
പറ്റില്ല എന്നുവെച്ചാൽ നിങ്ങൾ വാശി പിടിക്കുന്നുണ്ട് അവരോട് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അയാളോട് സംസാരിക്കാൻ പാടില്ല എന്ന്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇമോഷണൽ ആയിട്ടല്ല കാണുന്നത്, ഈ വ്യക്തിയുടെ മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്, ചെറിയ പ്രായത്തിലുള്ള ആളാണെങ്കിൽ പോലും. അപ്പോ നിങ്ങൾ വാശി പിടിച്ച് റിലേഷൻഷിപ്പ് കളയരുത്. നല്ലൊരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ഈഗോയും നാട്ടുകാരെന്ത് വിചാരിക്കും, എന്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ എന്നെ എങ്ങനെ കാണും എന്നുള്ള ഒരു ചിന്തയിലല്ല. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്, നിങ്ങളുടെ വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ വ്യക്തിയെ അത്രയും അറിയില്ല, നിങ്ങൾക്ക് അറിയുന്ന പോലെ. അപ്പോ വ്യക്തിയോട് കൂടെ നിൽക്കാൻ നോക്കുക, അല്ലാതെ ആ വ്യക്തിയെ അകറ്റി നിർത്താൻ വഴിയുണ്ടാകരുത്. ഈ വ്യക്തി പിന്നെ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.